അസ്സലാമു അലൈക്കും. അപ്പോൾ റമദാൻ 11-ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. ഇതിൽ നല്ല അടിപൊളി 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. ഒരു അടിപൊളി ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്ത ശേഷം ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാല നന്നായിട്ടൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനിടയിൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശേഷം നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടൊരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അതിനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ബട്ടറിലോട്ട് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഓൾമോസ്റ്റ് ഒന്ന് ഓവറായിട്ട് വഴഞ്ഞു വരണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനിടയിൽ നമ്മളിതാ ബ്രസ്റ്റ് പീസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒണിയനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചധികം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ മസാലാസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനി അതിലോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒണിയനും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് ബണ്ണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, പാവ് ബണ്ണ്. അപ്പോൾ ഇത് 2 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് ഫുൾ കട്ട് ചെയ്യാണ്ട് സെൻറ്ററിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ബന്നും അതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്തെടുക്കാം. അപ്പോൾ ബൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഈ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറച്ച് തിക്കായിട്ട് തന്നെ വെച്ചെടുക്കും. ബണ്ണ് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഫില്ലിങ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തിക്കായിട്ട് തന്നെ 2 ബണ്ണിൻ്റെ സെൻറ്ററിലും നമ്മൾ ഫില്ലിങ് വെച്ചെടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസിൽ ബാലൻസ് മയണൈസും കൂടി അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബണ്ണ് കവർ ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്നും ബണ്ണൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ലിങ്ങും ബണ്ണും നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് മൊസറല്ല ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മാക്സിമം എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ബട്ടർ വെച്ചിട്ട് നമുക്ക് ഈ ബണ്ണ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഒരു 10 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ വെച്ചാൽ ഇതുപോലെ വരും. മുകളിൽ മാത്രം ഒത്തിരി ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ചീസ് പുള്ളിങ്ങും ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓയിലൊന്നും ഡീപ് ഫ്രൈ ചെയ്യാണ്ട് നല്ല വയറ് ഫില്ലാവുന്ന രീതിക്ക് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ നമ്മൾ ഈ നോമ്പും തുറന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.